അസ്സലാമു അലൈക്കും. സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. നമ്മളെ സാബി വ്ളോഗ് വേറെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ, അത് ഇൻഷാ അല്ലാഹ്. ഈ സാബിറ വ്ളോഗ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ വേണ്ടി വന്ന വിഷയമല്ലേ, ഭയങ്കര വിഷയമാണ്. നിങ്ങൾ വരണം. ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മണിവെല്ലം തൊടണം. സബ്സ്ക്രൈബ് അറിഞ്ഞുകൂടാത്തവർക്ക് എന്നെ കാണുന്ന നിങ്ങളെ ഫോണിൻ്റെ താഴെ ഒരു കറുത്ത നിറത്തിൽ എഴുത്ത് കാണും, അത് തൊട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ആയി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതടക്കട്ടെ. ഞാൻ ഇന്ന് വന്നെന്തിനാന്നാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഫോണിലായിപ്പോയെല്ലാം. പിന്നെ ഞാനും പിന്നെ എന്നെപ്പോലത്തെ എല്ലാം ഇടുന്ന വീഡിയോസിൽ ഒരുപാട് ആൾക്കാരെ കമൻറ്റ് കാണാം. പിന്നെ അല്ല പറഞ്ഞിക്ക് പെണ്ണിൻ്റെ ലജ്ജ പോകും, അല്ല പറഞ്ഞിക്ക് ദുനിയാവ് അങ്ങനാകും, അല്ല പറഞ്ഞിക്ക് സ്ത്രീകൾ ഇങ്ങനെ രംഗത്ത് വരും, അല്ല പറഞ്ഞിക്ക് സ്ത്രീകൾ അങ്ങനെയാകും, അല്ല പറഞ്ഞിക്ക് ഇങ്ങനെയാകുമെന്ന്. എല്ലാ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഒന്ന്, അല്ല പറഞ്ഞത് സംഭവിക്കാതിരിക്കോ? പിന്നെ അള്ളാന്റെ വായിന്ന് വീണതും മുത്ത് നബീന്റെ വായിന്ന് വീണതും അവര് പ്രഖ്യാപിച്ചതും സംഭവിക്കാതിരിക്കോ? പിന്നെ ഞങ്ങളെ കുറ്റം മറ്റെന്ത് കാര്യം? നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ല. ഞങ്ങളെ പെണ്ണുങ്ങളെ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. അല്ല പറഞ്ഞല്ലേ നിങ്ങളെന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ ആ ഷെരീഫില്ലേ, ഏതെൻ്റെ വരപ്പേരുന്ന് എന്നോട് കളിച്ചോലെ, നമ്മളെ സാജീനെ കുറ്റം പറയുകയും കേസ് കൊടുക്കുകയും പുറേ പോയിട്ട് അടിയലുണ്ടാക്കിയ ഷെരീഫ്, എല്ലാവർക്കും അറിയാലോ ഷെരീഫ്. എൻ്റെ ഒരു വീഡിയോസ് ഇന്ന് എടുത്തിട്ട കണ്ടുപോയ ഞാനങ്ങ് ഡാൻസ് കളിക്കുന്നോ പാട്ട് പാടുന്നോ ഒക്കെ എടുത്തു. ഇതെല്ലാം ഓനും കുത്തിരി കണ്ടിട്ടല്ലേ, എല്ലാവരും എൻ്റെ വീഡിയോസ് കുത്തിരി കണ്ടിട്ട് തന്നെയാണ് ഓല് പ്രതികരിച്ചോട്ടെ. അത് യൂട്യൂബ് ബിസിനസ്സാണ്. കുറ്റപ്പുറം പറയുക ഇപ്പുറം പറയുക, ഇതാണ് യൂട്യൂബിലല്ലാണ്ട് എന്ന് പറഞ്ഞ ഓല കുടുംബത്തിലുള്ള ചോറും കറിയും വെക്കുന്ന മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെ കാണിക്കാത്തോലില്ലേ. ഓല ഭാര്യൻ്റെ മക്കളെ കുറ്റം കുറവൊന്നും പറയാൻ പറ്റൂലോ. ഇത് മറ്റുള്ളവർ മാധ്യമത്തിലിട്ട കുറ്റം കുറവ് അത് വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് കുറ്റം പറയലാണ് യൂട്യൂബിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന സ്വഭാവം, യൂട്യൂബ് ബിസിനസ്. അപ്പോൾ ഷെരീഫ് ഇന്ന് പറയുന്നത് കേട്ട് എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഡാൻസും ഇങ്ങനെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിൻ്റെ താഴെ കമൻറ്റ് കണ്ട് പെണ്ണിന് ലജ്ജ പോകുമെന്ന് അള്ളാഹു പറഞ്ഞിക്കല്ലോ. കമന്റ് എന്നേ നിങ്ങൾ വായിച്ചാലറിയാം. ഞാൻ പറയുന്ന കളവാണെങ്കിൽ ചെന്ന് നോക്ക് ഷെരീഫിന്റെ വീഡിയോസിന് താഴെ. പിന്നെ പെണ്ണ് അല്ല പറഞ്ഞിക്ക് പെണ്ണിന്റെ ലജ്ജ പോകുമെന്ന്. ഞാൻ നല്ല വസ്ത്രത്തുമ്മില് നല്ല പർദ്ദ മക്കന അതെല്ലാം പിന്നെ ഷെരീഫ് കാണിച്ചിക്കും. പിന്നെ നല്ല അടിപൊളി ചുരിദാറ്, നല്ല പേന്റും കുപ്പായം, ശരീരത്തിന്റെ ഈ മുഖവും മുങ്കയല്ലാത്ത ഭാഗം ഒരു ശരീരത്തിന്റെ തൊലിഭാഗം എൻ്റെ കാണൂല. ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അതല്ല പറയാൻ വന്നത്. അപ്പം അതിൻ്റെ താഴെ ലജ്ജ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അല്ല പറഞ്ഞിക്ക് ഈ ദുനിയാവ് ഇങ്ങനെ ആകുമെന്ന് അല്ല പറഞ്ഞിക്ക്, സ്ത്രീകൾ ഇങ്ങനെ ആകുമെന്ന് അല്ല പറഞ്ഞിക്ക്. എല്ലാ മക്കളെ അല്ല പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റാതെ അത് സാധിക്കാതിരിക്കോ? അത് ഞങ്ങളെ പറഞ്ഞിട്ട് വല്ല കുറ്റമുണ്ടോ? അല്ല പറഞ്ഞല്ലേ അങ്ങനെ ആകൂന്ന്. മുത്ത് നബി പറഞ്ഞതല്ലേ പെണ്ണ് അങ്ങനെയാവും, പെണ്ണിങ്ങനെ. പിന്നെ മുത്ത് നബിയും അള്ളയും പറഞ്ഞിട്ടില്ലേ, ഇതാ സ്ത്രീകളോട് സൗമ്യമായി സംസാരിക്കണേ, സ്ത്രീകളെ നിങ്ങൾ അധികം നന്നാക്കാൻ പോയാൽ സ്ത്രീകൾ ഒടിഞ്ഞു പോകും, ഇങ്ങനെ വളഞ്ഞ സ്ത്രീകളെ നിങ്ങൾ അധികം നിർത്താൻ പോയാൽ സ്ത്രീകൾ പൊട്ടിപ്പോകുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ? എന്തിനാണത് പറഞ്ഞത്? വളരെ ശരിയല്ലേ. ഒരു പെണ്ണിനെ അധികം അടിച്ചമർത്താൻ നോക്കിയാൽ ഓള് പോയി ഓടും. അല്ല പറഞ്ഞതായത്, മുത്ത് നബി പറഞ്ഞതായത്. പെണ്ണിനോട് സൗമ്യമായി സംസാരിക്കണം, അത് വളരെ ശരിയാണ്. ഞാനൊരു പെണ്ണല്ലേ, എന്നോടും ആരെങ്കിലും പല ദേഷ്യത്തിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ രൂക്ഷമായിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. എൻ്റെ ഭയങ്കരമായ തുള്ളിക്കളിയും ഡാൻസും നിങ്ങൾ സാബി വ്ളോഗിൽ നിങ്ങൾ കണ്ടില്ലേനോ? ഉസ്താദുമാർ വരെ അതെടുത്തിട്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്തിനേനും പറഞ്ഞത്? അത് ഞാൻ നല്ല രീതിയിൽ നൂല് മന്ദിരിച്ചത് വരെ ഇട്ടിട്ട് റസാ വ്ളോഗ് ഉസ്താദ് എടുത്തതിന് വല്ലാണ്ട് എന്നെ കുറ്റം പറയുകയും ആ ഉസ്താദിന്റെ വീഡിയോസിന്റെ താഴെ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമന്റുകൾ കണ്ടപ്പം എനിക്ക് കൂടുതൽ തുള്ളാൻ തോന്നി, വൈരാഗ്യം കൊടുത്ത് തുള്ളാൻ തോന്നി. അതാണ് അള്ളാഹു പറഞ്ഞത്, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്നതല്ല. അല്ല പറഞ്ഞല്ലേ അത്. പെണ്ണിനോട് സൗമ്യമായി സംസാരിച്ചിട്ടില്ലെങ്കിൽ പെണ്ണ് പൊട്ടിപ്പോകും അല്ല പറഞ്ഞല്ലേ അത്. നിങ്ങൾക്ക് തലയും തലച്ചോറില്ല. അതുപോലെ തന്നെ ഞാൻ അത് വളരെ 100% ശരി അള്ളാഹു പറഞ്ഞത്. പെണ്ണിനോട് മോളെ സൗമ്യമായി സംസാരിക്കണേ, എന്നാ പെണ്ണ് നന്നാവും.
നിയാസ് ഉസ്താദ് സൗമ്യമായി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ നിർത്തിയില്ലേ എന്റെ തുള്ളിക്കളി മരണത്തുള്ളിക്കളി ഞാൻ നിർത്തിയില്ല. ആ ഉസ്താദിന്റെ സൗമ്യമായുള്ള വാക്കു കൂടി എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും സമാധാനവും എന്റെ മനസ്സിന്റെ ഉള്ളിലായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതല്ല. അള്ളാഹു തന്നെ നല്ലൊരു സമാധാനം അള്ളാഹു തന്ന് എനിക്ക് നിർത്താനുള്ള മനസ്സും തോന്നി. അപ്പം നിങ്ങളോട് പറയുന്നത് പിന്നെ അങ്ങനെ ആവൂന്നല്ല പറഞ്ഞതാ. ഈ മറ്റേ ഷെരീഫിന്റെ വീഡിയോസിന്റെ താഴെയും കമന്റ് എല്ലാത്തിനും എന്റെ വീഡിയോസിന് എല്ലാവരുടെ വീഡിയോസിന്റെ താഴെ കാണാം അങ്ങനെ കമന്റ്. അല്ല പറഞ്ഞിക്ക് പെണ്ണ് അങ്ങനെ ആകുമെന്ന്, അല്ല പറഞ്ഞിക്ക് പെണ്ണ് അയിഞ്ഞാടുമെന്ന്, അല്ല പറഞ്ഞിക്ക് പെണ്ണ് അങ്ങനെ ആകുമെന്ന്. അയിഞ്ഞാടുന്നൊന്നും അല്ല പറഞ്ഞിക്കില്ല, എന്റെ ബായിനെ വെറുതെ പോണതാ. പെണ്ണ് അങ്ങനെ ആകുമെന്ന് അല്ല പറഞ്ഞു. അല്ലയും മുത്തു നബിയും പറഞ്ഞിക്കില്ലേ? പിന്നെ പറഞ്ഞതുപോലെ ഞാള് ചെയ്യൂലേ? ഇത് ഞാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിന്? ഇടോ അല്ല പറഞ്ഞിക്കില്ലേ നിക്കരിക്കണം, ഓതണം, ഇതാക്കണം, പിടിക്കണം, നല്ല പ്രവർത്തിക്കണം എന്നല്ല. അല്ല പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം ഭൂരിപക്ഷം ജനങ്ങളും ചെയ്യുന്നേ. അല്ല പറഞ്ഞത് കൊണ്ടല്ലേ ചെയ്യുന്നേ. അതേപോലെ ഞങ്ങളതും പെണ്ണ് അങ്ങനെയാവും, പെണ്ണ് ഇങ്ങനെയാകും, പെണ്ണിന് ലജ്ജ പോകും, അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിട്ട് പറയാൻ വേണ്ടി പറഞ്ഞല്ല. കാലം മാറുമ്പോൾ അതിലേക്ക് മാറേണ്ടത് വരും. ഇവിടെ കാലം പണ്ട് തോർത്തുമുണ്ടാ ഉടുത്ത്, കാലം മാറുമ്പോൾ അത് തോർത്തുമുണ്ട് മുണ്ടിലേക്ക് മാറും. അപ്പം പെണ്ണ് മുണ്ടുടുക്കേണ്ടി വരും. പണ്ട് കാലം പെണ്ണുങ്ങൾ മുണ്ടാ ഉടുത്ത്, പിന്നെ അത് പേന്റിലേക്ക് സാരിയിലേക്കും ചുരിദാറിലേക്കും മാറി. അത് മാറണം. പെണ്ണുങ്ങൾ മുണ്ട് കൊടുത്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ സ്ഥിതി. ആണുങ്ങളെ മുണ്ട് അല്പം മുന്നിന്ന് രണ്ട് തൊഴിലും മുൻപാകല്ലേ നമ്മൾ ഒപ്പിച്ചു കൊടുക്കുക. ആണുങ്ങളെ മുണ്ടിന്റെ തൊഴിൽ മാറിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. പെണ്ണുങ്ങളെ ശരീരഭാഗം എവിടെയാണോ കാണാൻ അത് മുഴുവനും ഔറത്താണെന്നും ഔറത്തെന്ന് പറഞ്ഞത് എന്തിനാണ്? അന്യ പുരുഷന്മാർക്ക് അത് ആകർഷിക്കാനുള്ള സ്ഥലമാണ്. മനസ്സിലായ? അപ്പൊ ആ മുണ്ടിന്ന് പേന്റിലേക്കും ചുരിദാറിലേക്കും മാറും. അതുകൊണ്ടാണ് പറഞ്ഞത് പെണ്ണ് മാറും, കാലം മാറും, പെണ്ണ് മാറും, പെണ്ണ് അങ്ങനെയാവുന്നെല്ലാം പറഞ്ഞത് അതുകൊണ്ടാണ്. തലയും താച്ചോളില്ലേ ഇങ്ങക്ക് വിവരമില്ലാത്ത നിങ്ങളെ കമന്റ് ഇടുന്നോല്. കാലം മാറൂ. പിന്നെ അല്ല പറഞ്ഞിക്ക് അങ്ങനെ ആവൂന്ന്, നബി പറഞ്ഞിക്ക് പെണ്ണിങ്ങനെ, പിന്നെ അല്ല നബിയും പറഞ്ഞത് ആവൂലേ? നിങ്ങൾക്ക് നിന്ന് ചിന്തിക്കേണ്ട തലച്ചോറില്ല. അള്ളയും മുത്തു നബിയും പറഞ്ഞതുപോലെ ആവൂലേ? അത് ഞാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഞാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മുത്തു നബി അള്ളാഹു പറഞ്ഞതുപോലെ ഞാളോട് പ്രവർത്തിച്ചു പോകൂലേ? ഞാളോട് കാട്ടിപ്പോകൂലേ? നിങ്ങളെന്തെന്ന് പറയുന്നത് ഞാൻ അറിയല്ലേ. എന്റെ അത്ര തലയും താച്ചോ നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയല്ല. എങ്ങനെ ഉണ്ടാവാൻ? ഹലാലായ ചോറ് തിന്നണം, ഹലാലായ ഭക്ഷണം മക്കളെയും ഞമ്മളെയും കഴിപ്പിക്കണം. മക്കളെ ഇങ്ങള് കൂട്ടു സ്വത്തിന്റെ മോള് പിടിച്ചെടുക്കാൻ പാടില്ല, അർഹതപ്പെട്ടവനിക്ക് തന്നെ കൊടുക്കണം. മാത്രമല്ല ബിസിനസ് നടത്തുമ്പോൾ മുതലാളിനെ പറ്റിക്കറ്, നിങ്ങളെ പാർട്ട്ണറെ പറ്റിക്കറ്. ഏതെല്ലാം കോലത്തിലുള്ള പറ്റിച്ചിട്ടുള്ള പണം കൊണ്ടാണ് ഭക്ഷിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ എങ്ങനെയാണ് എന്നെ പോലത്തെ തലയും തലച്ചോറും ബുദ്ധിയും വിവരവും ഉണ്ടാകുക? മനസ്സിലാക്കണേ. നിങ്ങളോട് ആരോടും വെറുപ്പും വൈരാഗ്യം ഉണ്ടേറ്റൊന്നും പറയുന്നതല്ല. ഇങ്ങക്ക് ബുദ്ധിയില്ല ചിന്തിക്കാൻ. മുത്തുനബിയും അള്ളാഹും പറഞ്ഞിക്ക് പെണ്ണ് അങ്ങനെയാവും, പെണ്ണ് ഇങ്ങനെയാവും, പെണ്ണ് കാലം മാറും, കോലം മാറും എന്നല്ല അള്ള പറഞ്ഞിക്കുന്നു. പിന്നെ അതുപോലെ ഞങ്ങളാവൂലേ? മുത്തുനബി അള്ളാഹും പറഞ്ഞതുപോലെ ഞങ്ങളാവൂലേ? പിന്നെ നിങ്ങൾ എന്തെന്നാ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയായി, ഞങ്ങൾ ഇങ്ങനെയായി, അള്ള പറഞ്ഞിക്ക് അങ്ങനെയാവുന്നു. അള്ള പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളായേ. അതിന് ഞങ്ങൾക്ക് കുറ്റം ഉണ്ടാവൂല. അള്ള ആദ്യമേ പറഞ്ഞു വെച്ചല്ലേ. പറഞ്ഞു വെച്ച വാക്കുകൾ പിന്നെ ഞങ്ങളിൽ നിന്ന് വരൂലേ? കയ്യല്ലേ നിങ്ങളോട് സംസാരിക്കേ. നിങ്ങൾ ചിന്തിക്ക്. എൻ്റെ ഈ ബേളം മാറി പോട്ടെ. 80% നല്ല ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. മുത്തു നബി അള്ളാഹും പറഞ്ഞിട്ട് പോലെ അങ്ങനെയാവും, സ്ത്രീകൾ അങ്ങനെയാവും, കാലം മാറും, പെണ്ണുങ്ങൾ ഇങ്ങനെയാവും, അങ്ങനെയാവും. മുത്തു നബി അള്ളാഹും പറഞ്ഞതുപോലെ ആവൂലേ? അത് ഞങ്ങൾ ഇനി എത്ര പിടിച്ചു വെക്കാൻ നോക്കിയാൽ നടക്കൂല. അള്ളയും മുത്തു നബിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ആവൂലേ? നിങ്ങൾ നല്ല 80% ആൾക്കാർ നല്ല തലച്ചോറുള്ള ആൾക്കാരല്ലേ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലേ? മുത്തു നബി അള്ളാഹും പറഞ്ഞതുപോലെ ഞങ്ങളോട് പെണ്ണായി നമ്മളോട് ചെയ്തു പോവൂലേ? പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നേ. അങ്ങനെ ആവൂന്ന് പറഞ്ഞത് കൊണ്ട് ആവൂന്ന് പറഞ്ഞത് ആവാണ്ടിരിക്കുക. അപ്പൊ നമ്മളൊക്കെ കുറ്റം ഉണ്ടാ? നമുക്ക് കുറ്റമില്ലല്ലോ. ഇത് കുറ്റത്തിന്റെ കുറവ് അതല്ല മക്കളെ. അല്ല പറഞ്ഞത് കാലത്തിനനുസരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് മാറേണ്ടത് വരും. അതാ പറഞ്ഞ കാലത്തിനൊത്ത് പെണ്ണ് മാറും പറഞ്ഞത് അതുകൊണ്ടാണ്. മാറേണ്ടത് വരും. പണ്ട് കാലം പെണ്ണുങ്ങൾ ജോലിക്ക് പോക്കുണ്ട, ഇന്ന് ജോലിക്ക് പോകുന്നു, വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ മുണ്ടും കുപ്പായത്തും വന്ന് ചുരിദാറായി
നല്ല സേഫ്റ്റിക്ക് വേണ്ടി പെയിന്റ് ഇടേണ്ടി വരും. ഇതെല്ലാം തന്നെയാണ് പറഞ്ഞത്. കാലം മാറൂന്ന്, പെണ്ണ് മാറൂന്ന് പറഞ്ഞ അതാണ്. പണ്ടത്തെ പെണ്ണുങ്ങളായത് ഇന്ന് നല്ല ബുദ്ധിയും വിവേകമുള്ള പെണ്ണുങ്ങളല്ലേ. കാര്യമില്ല പറഞ്ഞിട്ട്. അതുകൊണ്ട് നല്ല വരവരം ചിന്തിച്ചു നോക്ക്. മുത്ത് നബി അള്ളാഹു പറഞ്ഞതുപോലെ നടക്കും, പ്രവർത്തിക്കും. അത് പെണ്ണുങ്ങളായി ഞങ്ങളെ പറ്റി കാര്യമില്ല. മുത്ത് നബി അള്ളാഹു പ്രഖ്യാപിച്ച് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ പ്രവർത്തിക്കാണ്ട് നിൽക്കുക. അതെങ്ങനെ ഞങ്ങൾ നിൽക്കുക? അതെങ്ങനെ നിൽക്കുക? അള്ളാഹു നബിയും പറഞ്ഞു വെച്ചത് ഞങ്ങളെങ്ങനെ ചെയ്യാണ്ടിരിക്കുക? ഞാളിൽ നിന്നാ ചെയ്തു പോകൂല. ഞാനറിയല്ലേ ഇനി ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ട്. തീരെ ഇങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാ. അല്ല പറഞ്ഞിക്കുവല്ല അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ ആവും, പെണ്ണുങ്ങൾ എങ്ങനെ ആവും. അല്ല പറഞ്ഞിക്ക്, അല്ല പറഞ്ഞതുപോലെ ഞങ്ങളാവൂല. പിന്നെ ഞങ്ങൾക്ക് പിടിച്ചു വെച്ചാൽ കിട്ടും. അല്ല പറഞ്ഞതുപോലെ ആവാണ്ട് അതിലപ്പുറം മറികടക്കുക ഞങ്ങളെ പിടിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുക. അല്ല പറഞ്ഞല്ലേ. അറിയില്ല. എന്നാ ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ഇരുന്ന് ചിന്തിക്ക്. സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. സബ്സ്ക്രൈബ് എനക്കറിയാം. ഞാൻ പിന്നെ കക്ക ബറ്റമ്മൻ്റെ ബറ്റാന്ന് പറയാം. ചെറിയ ചെയ്യണേ. ഐ ലവ് യു.